50 വർഷം മുമ്പ് ഒരു വിധിയുണ്ടായി. ആ വിധി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. എന്തായിരുന്നു വിധിയുടെ ഉള്ളടക്കം? വിധിയുടെ ഉള്ളടക്കം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മെജോറിറ്റേറിയനിസം ഭൂരിപക്ഷം വെച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റാൻ സാധിക്കില്ല. അസന്നിഗ്ധമായവർ പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ ഡോക്യുമെന്റ്, അടിസ്ഥാനശില ഭരണഘടനയുടെ മാറ്റാൻ പറ്റില്ല. അതാണ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി. ആ വിധി നിലക്കുന്നുണ്ട്. അവിടെയാണ് ഭൂരിപക്ഷം വെച്ച് ഞങ്ങൾ മാറ്റും, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ 369 പേരുടെ പിൻഫലമാണ്. 369 പേരുടെ പിൻഫലം. 369 പേർ വോട്ട് ചെയ്താൽ മാത്രമേ ഭരണഘടന മാറ്റാൻ പറ്റൂ. അവിടെയും നിങ്ങൾ കാണേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അസന്നിഗ്ധമായി പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി തന്നെ വിധിച്ചത് 13 അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടന മാറ്റാൻ പറ്റില്ല. ഇതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. മറുഭാഗത്ത് എന്റെ അഭിപ്രായം, പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീമുകൾ ഇല്ലാതാവണം. ജുഡീഷ്യൽ ഓഫീസർമാരെ കണ്ണഞ്ചിപ്പിക്കുന്ന പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറുകൾ വെച്ച് പിടിക്കാൻ നോക്കുക. അതാണ് ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ജഡ്ജ് ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് തന്നെ അപമാനമായി ചില പരാമർശം നടത്തിയത്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായി ഒരു അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് പരാമർശിക്കുമ്പോൾ അത് ഭരണഘടനക്കെതിരാണ്. എങ്ങനെയാണ്? വളരെ പ്രസിദ്ധം. നമ്മുടെ ബൈബിൾ ഏതാ? ഭരണഘടനയാണ്. നമ്മുടെ ഖുറാൻ, നമ്മുടെ ഹോളി ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ രാജ്യത്തിന്റെ ഹോളി ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷനായി നിൽക്കുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യം ചെയ്യുന്നവർ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായി പ്രവർത്തിക്കുന്നു? അതാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ ഭാഗത്തുണ്ടായ കമന്റ്. അത് അങ്ങേയറ്റം ഭരണഘടന വിരുദ്ധമാണ്. പക്ഷെ അവിടെയും നമ്മൾ കാണേണ്ടത് റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണങ്ങൾ. ആ റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉണ്ടായത് 2024 നവംബർ 13 സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. എന്താ ആ വിധി? ഉള്ളടക്കം ബുൾഡോസർ രാജ് അവസരം പറ്റില്ല എന്നുള്ളത്. എന്താ ബുൾഡോസർ രാജ്? ഈ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയിൽ 3 പില്ലറുകളാണ്. അതിലൊന്ന് ലെജിസ്ലേച്ചറാണ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവാണ്, മറ്റൊന്ന് ജുഡീഷ്യറിയാണ്. ഇതിൽ ഓരോർക്കും അധികാരമുണ്ട്. ലെജിസ്ലേച്ചറിന്റെ അധികാരം എന്താണ്? കൃത്യമായി ഭരണഘടന പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവിന്റെ അധികാരം എന്താണ്? ഭരണഘടന പറയുന്നത്. ജുഡീഷ്യറിയുടെ അധികാരം എന്താണ്? അവിടെയാണ് കോടതി പറഞ്ഞത് ജുഡീഷ്യറിയുടെ അധികാരം കവർന്നെടുക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. ബുൾഡോസർ. നിങ്ങൾ കുറ്റക്കാരനാവാം,